ഈശോലോ ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നോമ്പിന്റെ 5-ാം ദിനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ചിന്ത നമ്മുടെ മനസ്സിലേക്ക് ചേർത്ത് വെക്കാനായിട്ട് പരിശുദ്ധാത്മാവ് ഒരു ബോധ്യം തന്നു. വർഷങ്ങളായിട്ട് നമ്മൾ ജനിച്ചപ്പോൾ മുതൽ നമുക്ക് ഓർമ്മ വെച്ചപ്പോൾ മുതൽ നമ്മൾ നോയമ്പെടുക്കുന്നുണ്ട്. 50 നോയമ്പെടുക്കുന്നുണ്ട്, 25 നോയമ്പെടുക്കുന്നുണ്ട്, 15 നോയമ്പെടുക്കുന്നുണ്ട്. അങ്ങനെ പലതരത്തിൽ പല രീതിയിലാണ് നമ്മൾ ഓരോരുത്തരും നോയമ്പെടുക്കുന്നത്. 3 നോമ്പെടുക്കുന്നവരുണ്ട്. ഒത്തിരി പ്രാർത്ഥിച്ചിട്ടും ഒത്തിരി ഉപവാസം എടുത്തിട്ട് എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം ഉണ്ടാകാത്തത്? എങ്ങനെയാണ് നമ്മൾ ഉപവാസം എടുക്കുന്നത്? ഇന്ന് ദൈവവചനത്തോട് ചേർന്ന് നമുക്കൊരു ചെറിയൊരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം. ഈ ഒരു വചനത്തെ നമുക്ക് ചേർത്ത് പിടിക്കാം. നമ്മുടെ ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്ത് പ്രാർത്ഥിക്കുന്ന ബഹുമാനപ്പെട്ട വൈദികരോട് ചേർന്നും സഭയിൽ അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ പരിശുദ്ധ ശക്തിയോട് ചേർന്ന് നമ്മുടെ എല്ലാവരുടെയും കാവൽ മാലാഖ നാമകേതു വിശുദ്ധന്മാരുടെ വിശുദ്ധരോടും ചേർന്ന് സ്വർഗീയ ദൂതഗണങ്ങളോട് ചേർന്ന് ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിച്ച് ഒരു ശക്തി നമുക്കുണ്ടാകാം. നമ്മുടെ ജീവിത മേഖലകളെ, നമ്മുടെ പ്രാർത്ഥന നിയോഗങ്ങളെയൊക്കെ ഈശോയ്ക്ക് സമർപ്പിക്കാം. നമ്മുടെ ഹൃദയത്തിന്റെ വിചാരം അറിയുന്ന തമ്പുരാന്റെ കരങ്ങളിലേക്കെല്ലാം സമർപ്പിച്ചിട്ട് ഈ തിരുവചനം നിങ്ങൾ പലപ്പോഴും കേട്ട് ധ്യാനിച്ച വചനമാകാം, നിങ്ങൾ എഴുതി വെച്ച് പ്രാർത്ഥിച്ച വചനമാകാം. ഇത് നമ്മുടെ ശരീരകോശങ്ങളിലേക്ക് നിറയണം. അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ച് ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ, നമ്മുടെ ജീവിതത്തിന്റെ, ശരീരത്തിന്റെ എല്ലാ പ്രവണതകൾക്കും വിപരീതമായി തമ്പുരാന്റെ വലിയ ശക്തമായ ഒരു സ്നേഹം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാൻ പറ്റും. ഹെബ്രായരുടെ ലേഖനം 4-ാം അധ്യായത്തില് 12-ഉം 13-ഉം തിരുവചനമാണ് നമ്മൾ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നത്. ദൈവവചനം ഇങ്ങനെയാണ്: ദൈവത്തിന്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിന്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. 4:13 പറയുന്നു, അവന്റെ മുൻപിൽ ഒരു സൃഷ്ടിയും മറഞ്ഞിരിക്കുന്നില്ല, അവിടുത്തെ കൺമുൻപിൽ സകലതും അനാവൃതവും വ്യക്തവുമാണ്. നാം കണക്ക് ബോധിപ്പിക്കേണ്ടത് അവിടുത്തെ സന്നിധിയിലാണ്. നമ്മൾ ഒത്തിരി ഭക്ഷണങ്ങൾ മാറ്റിവെച്ച് നമ്മുടെ ഉള്ളിലുള്ള വെറുപ്പുകളും വിദ്വേഷവും വിട്ടുകൊടുക്കേണ്ട വ്യക്തികളെ വിട്ടുകൊടുക്കാതെ അനാവശ്യമായ ചിന്തയിലൂടെ നമ്മൾ കടന്നുപോയിട്ട് ഉപവാസത്തിൽ ഒരു കാര്യമില്ല. ദൈവത്തിന്റെ വചനം നമ്മൾ ഭക്ഷിക്കണം. ഭക്ഷണ പദാർത്ഥങ്ങളായി ഈ വചനത്തെ നമ്മൾ ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ദൈവവചനം നമ്മുടെ ശരീരകോശങ്ങളിലേക്ക് ആഴമായിട്ട് ഇറങ്ങി വരണം. നമ്മുടെ ഹൃദയത്തിന്റെ വിചാരം അറിയുന്ന ദൈവം, നമ്മളെ അനുഗ്രഹിക്കാൻ, നമ്മളെ ആശീർവദിക്കാൻ കാത്തിരിക്കുന്ന ഒരു ദൈവം. നമുക്ക് ഒത്തിരി ശരികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം, പക്ഷെ സമൂഹം നോക്കുമ്പോൾ നമ്മൾ ഒത്തിരി തെറ്റുകാരാകാം. പക്ഷെ നമ്മളെ അറിയുന്ന ദൈവത്തിന് അറിയാം. അവിടുത്തെ മുൻപിലാണ് നമ്മുടെ കണക്കുകൾ ബോധിപ്പിക്കേണ്ടത്. ഈ വർഷത്തെ